ഹോർമുസിൽ ഇറാൻ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. 8 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 6 പേരും ഇന്ത്യക്കാരാണ്. ഒമാൻ തീരം വഴി ഹോർമുസ് മുറിച്ചു കടക്കാൻ ശ്രമിക്കവെയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണം സ്ഥിരീകരിച്ച് യു എ പ്രതിരോധ മന്ത്രാലയം ആക്രമണം സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ ക്രൂയിസ് മിസൈൽ പതിച്ച ടാങ്കറുകൾക്ക് തീപിടിച്ചു. ഇറാന് മേലുള്ള നാവിക ഉപരോധം ഇന്ന് ആരംഭിക്കുമെന്നും ഹോർമുസിൽ അധികാരം തങ്ങൾ പിടിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഹോർമുസിലും ഇറാന്റെ ദ്വീപുകളിലും US നടത്തിയ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടം രേഖപ്പെടുത്തി. US പടക്കപ്പൽ ആക്രമിച്ചായിരുന്നു ഇതിന് ഇറാന്റെ മറുപടി. ആഗോള വിപണിയിൽ എണ്ണവില ഉയർന്നു. MC നാസർ വിവരങ്ങളുമായി ചേരുന്നു. നാസർ, എന്താണ് സംഭവിക്കുന്നത്? അജിംസ്, കൂടുതൽ കലുഷിതമായ അവസ്ഥയിലേക്കാണ് ഹോർമുസിന്റെ മേഖല മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനുള്ള ദ്വീപുകൾക്കും അതോടൊപ്പം തന്നെ തുറമുഖ നഗരങ്ങൾക്കും നേരെ ഇന്നലെ രാത്രിയും ഇന്ന് വെളുപ്പിനുമായി അമേരിക്കയുടെ നേതൃത്വത്തിൽ വലിയ ആക്രമണങ്ങൾ നടന്നു. ഒരാൾ മരണപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനുള്ള മറുപടി എന്നതിലേക്ക് ബഹ്റൈന് നേരെ 2 തവണ ആക്രമണം നടത്തിയതായിട്ട് IRGC വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ജോർദാന് നേർക്കും നിരവധി മിസൈലുകളും ഡ്രോണുകളും അയച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമുസിന് മേൽ പിടിമുറുക്കാനുള്ള അമേരിക്കൻ നീക്കമാണ് ഈ പ്രതിസന്ധിക്ക് അടിസ്ഥാന കാരണമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അമേരിക്ക ആക്രമണങ്ങൾ നിർത്തുകയും ഈ മേഖലയിലുള്ള അവരുടെ സാന്നിധ്യം അവസാനിപ്പിക്കുകയും ചെയ്യാതെ ഹോർമുസ് തുറക്കാനിടയില്ല എന്ന ഒരു സൂചന കൂടി ഇറാൻ നൽകുന്നുണ്ട്. അതുമാത്രമല്ല, ആ മേഖലയിൽ പുതിയ കപ്പൽപാതയുടെ റൂട്ടിൽ കൂടുതൽ മൈനുകൾ സ്ഥാപിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. അപ്പോൾ അത്തരം നീക്കങ്ങൾ തുടരുകയാണെങ്കിൽ അതിലൂടെയുള്ള കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായിട്ടും നിർത്തിവെക്കണമെന്ന് കൂടി ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇനി അതിനെ മറികടന്നുകൊണ്ട് ഏതെങ്കിലും കപ്പലുകൾ പോകാൻ തുനിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഒരു ഇന്ത്യക്കാരനാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ട ഇന്ത്യക്കാരന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 6 പേർ ഇന്ത്യക്കാരാണ്, 2 പേർ ഉക്രൈൻ സ്വദേശികളാണ്. ഈ പരിക്കേറ്റ 8 പേരിൽ 4 പേരുടെ നില അതീവ ഗുരുതരമാണെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ ഹോർമുസിലെ ഈ സംഘർഷത്തിനിടയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകട സംഭവങ്ങൾ കൂടിയാണിത്. 2 കപ്പലുകൾക്ക് നേരെ ക്രൂയിസ് മിസൈലുകളാണ് ഇറാൻ അയച്ചത്. ആ കപ്പലുകൾക്ക് തീപിടിക്കുകയും വലിയ തോതിലുള്ള നാശനഷ്ടം നേരിട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. UAEയും ഇന്ത്യയും ഈ നീക്കത്തെ അതിശക്തമായിട്ട് അപലപിക്കുകയും ഇറാനോട് വിശദീകരണം ആവശ്യപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. അജിംസ്. യെസ്.